عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് എന്ന് പറയുന്നത് ഒരു പരിചയാണ്. ഫലാ യർഫസ് വലാ യജ്ഹൽ, അതുകൊണ്ട് ഒരാളും വൃത്തികേടുകൾ പറയരുത്. അതുപോലെ തന്നെ വലാ യജ്ഹൽ, അവൻ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ അവൻ ചെയ്യുകയും അരുത്. എന്ന് പറഞ്ഞാൽ ഒരാൾ നോമ്പുകാരനായിരിക്കെ അയാൾ തെമ്മാടിത്തരങ്ങൾ പറയുക, വൃത്തികേടുകൾ പറയുക എന്നുള്ളതും, അതുപോലെ തന്നെ തൻ്റെ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിരുന്നത്. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും കള്ളമായ വർത്താനങ്ങളും മോശമായ കാര്യങ്ങളും ഒഴിവാക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അവൻ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് യാതൊരു ആവശ്യവുമില്ല എന്നൊക്കെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുകയാണ്, ഇനി ഏതെങ്കിലും ഒരാൾ അവൻ്റെ കാര്യത്തിലല്ല, ഏതെങ്കിലും ഒരാൾ അവനിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണത്തിലല്ല, വേറൊരാൾ എന്ത് ചെയ്യാണ്, അവനോട് ചീത്ത പറയാണ്, അല്ലെങ്കിൽ അവനോട് ശണ്ട കൂടാൻ വേണ്ടി വരികയാണ് എങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും ഫലിയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഇന്നി സ്വായിമുൻ മർറത്തൈനി, 2 തവണ അവൻ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്നാണ്. നോമ്പല്ല എങ്കിൽ അയാളോട് തിരിച്ചു പറയാം, ശണ്ട കൂടാം എന്നുള്ളതല്ല, മറിച്ച് നോമ്പുകാരനെ ഒന്നുകൂടെ പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം, ലഖലൂഫു ഫമി സ്വായിമി അത്യബു ഇൻദല്ലാഹി തആല മിൻ റീഹിൽ മിസ്കി, ഒരു കസ്തൂരിയേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ അത്യബാണ്, ഏറ്റവും സുഗന്ധപൂരിതമാണ് ഒരു നോമ്പുകാരന്റെ വായിൽ നിന്നുണ്ടാകുന്ന ഗന്ധമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരാൾ പല്ല് തേക്കാതെ മറ്റൊക്കെ അങ്ങനെ നടക്കണം എന്നുള്ളതല്ല, മറിച്ച് അയാളുടെ അയാളുടെ വായിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ദുർഗന്ധങ്ങൾ അയാൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും മറ്റുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയാക്കിയിട്ടും ശുദ്ധിയാക്കിയിട്ടും തന്നെ ഇറങ്ങണം. അതല്ലാതെ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കാതെ അല്ലെങ്കിൽ കുളിക്കാതെ ആ രൂപത്തിൽ എന്ത് ചെയ്യണ്ട, നോമ്പുകാരനോട് കൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ആ ഒരു ഗന്ധം എന്ന് പറയുന്നത് അത് അത്യബു മിൻ റീഹിൽ മിസ്കി, ഒരു കസ്തൂരിയേക്കാൾ സുഗന്ധമേറിയതാണ് എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്റുഖു തആമഹു വശറാബഹു വശഹവതഹു മിൻ അജ്ലി അസ്സിയാമു ലീ വഅന അജ്സി ബിഹി, അവൻ ഭക്ഷണവും അതുപോലെ തന്നെ അവൻ്റെ പാനീയങ്ങളും അതുപോലെ തന്നെ അവൻ്റെ വൈകാരികതയെയും എല്ലാം ഒഴിവാക്കിയത് ഞാൻ കാരണമാണ്. അസ്സിയാമു ലീ, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒരാൾ നന്മ ചെയ്യുമ്പോഴൊക്കെ അത് 10 ഇരട്ടിയായി കൊണ്ട് ആ മനുഷ്യന് ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഈ നോമ്പ് കാലത്ത് നമ്മളിതൊക്കെ നമ്മൾ ശീലിച്ചെടുക്കുകയാണെങ്കിൽ, നമ്മൾ വൃത്തികേടുകൾ പറയാതെ തെമ്മാടിത്തരങ്ങൾ ചെയ്യാതെ ആ രൂപത്തിൽ നമ്മളിങ്ങനെ പരിശീലിപ്പിച്ചെടുത്താൽ, നമ്മുടെ നഫ്സിനെ പരിശീലിപ്പിച്ചെടുത്താൽ റമളാനിന് ശേഷവും അതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹാഫിദ് ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട്, അതായത് ഹൃദയത്തിൽ യാതൊന്നും തന്നെ ഇല്ല, എന്നിട്ട് അയാൾ കൂടുതൽ നമസ്കരിക്കുകയാണ്, അതുപോലെ തന്നെ കൂടുതൽ നോമ്പെടുക്കുകയാണ്, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതിനേക്കാൾ നല്ലത് അവൻ്റെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ, അതായത് ഇത്തരത്തിലുള്ള വൃത്തികേടുകളിൽ നിന്നും അതുപോലെ തന്നെ ചിന്തകളിൽ നിന്നുമൊക്കെ മാറി നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അയാൾ കൂടുതൽ നോമ്പെടുത്ത് അതുപോലെ തന്നെ രാത്രി നമസ്കരിച്ച് മറ്റെല്ലാ തെമ്മാടിത്തരത്തിലും അയാളുണ്ട്.
അങ്ങനെ ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് അയാളുടെ ഹൃദയം പരിശുദ്ധപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നതിൽ വ്യാപൃതനാകലാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.